നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. അവിടെ മലയാളം സർവകലാശാലയ്ക്ക് മുന്നിൽ ദളിത് വിദ്യാർത്ഥി നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്ന വിവിധ സംഘടനകൾ. അധ്യാപകനിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഹോസ്റ്റലിൽ SFI നേതാവിന്റെ റാഗിങ്ങിന് ഇരയായി എന്നും പരാതിയുണ്ട്. സോണൽ കൃഷിയാണ് ചേരുന്നത്. സോണൽ, സമരം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് സർവകലാശാലയുടെ പ്രതികരണം? വിനീത, പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടത് മലയാള സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിൽ പഠിക്കുന്ന ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനി. ആ കുട്ടി 2024 അവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പലതരത്തിലുള്ള മോശമായ അനുഭവങ്ങൾ ഇവിടെ നിന്ന് നേരിടേണ്ട സ്ഥിതി, ആ കുട്ടിയെ കൃത്യമായി ഗവേഷണം നടത്താൻ കഴിയാത്ത സ്ഥിതി, ഈ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ സർവകലാശാല അധികൃതർ പ്രതികരണവുമായി രംഗത്തെത്തി. ആരോപണങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന രീതിയായിരുന്നു അന്ന് അവർ സ്വീകരിച്ചു പോന്നിരുന്നത്. ഇപ്പോഴിതാ ആ വിഷയത്തിൽ കൃത്യമായിട്ട് സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ആ വിദ്യാർത്ഥിനി തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ പ്രസ്ഥാനങ്ങളും സംഘടനകളും കുട്ടിക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണി മുതൽ സമരരംഗത്താണ്. ഞങ്ങൾ സമരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി അധികൃതർ ഇത്രയും അധികം കാലയളവിൽ ഞങ്ങൾ കൊടുത്ത ഒരു പരാതിക്കും കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി എടുത്തില്ല. അവർ ഓരോ റിപ്പോർട്ടും അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനുമാണ് ശ്രമിച്ചത്. റിപ്പോർട്ടർ ചാനലിൽ തന്നെ ലൈവിൽ ഡോക്ടർ ഭരതൻ, ഇവിടുത്തെ രജിസ്ട്രാർ വന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു പറയുണ്ടായി. ഇദ്ദേഹം പറയുന്നു SC/ST സെല്ലിൻ്റെ റിപ്പോർട്ട് എന്നെ എൻ്റെ അമ്മയും കാണിച്ചെന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവിൽ അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ കാണിച്ചതിൻ്റെ ഒരു മെമ്മോ അയാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയില്ല. ഒരു യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായി കൊടുക്കുന്ന മെമ്മോ ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാണിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കാണിക്കാൻ പറ്റില്ല. 3 തവണ എനിക്ക് ഗൈഡിനെ മാറി തന്നു എന്ന് പറയുന്നു. ഡോക്ടർ കമ്മിറ്റി കഴിയാതെ ഈ താൽക്കാലിക ഗൈഡായ അരുൺ ബാബു സ്ഥിര ഗൈഡ് ആകുന്നില്ല. അപ്പോൾ അത് കഴിയാതെ എങ്ങനെയാണ് ഇവർ 3 ഗൈഡിനെ മാറി തരുന്നതെന്ന്. 2 വർഷം കഴിഞ്ഞിട്ട് ഡോക്ടർ കമ്മിറ്റി നടന്നിട്ടില്ല. 2.5 വർഷം ആയി, എന്നിട്ടും ഡോക്ടർ കമ്മിറ്റി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്ന സിനോപ്സിസ് ഞാൻ കൊടുത്തിട്ടില്ലെന്ന്. സിനോപ്സിസ് കൊടുത്തു എന്നുള്ളതിന് തെളിവ് എനിക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഞാൻ കൊടുത്ത മൈക്രോപ്ലാസ്റ്റിക് എന്ന വിഷയത്തിൽ ഇദ്ദേഹത്തിന് വൈദഗ്ധ്യം ഇല്ലെന്നാണ്. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അരുൺ ബാബുവിൻ്റെ CV ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ആദ്യം കാണുന്ന മൈക്രോപ്ലാസ്റ്റിക് ആയിരിക്കും. CMന് കൊടുത്ത മറുപടിയിൽ ഇവർ പറയുന്നുണ്ട് ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടുണ്ടെന്ന് ഈ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഇവരെന്ത് തന്നെ പറഞ്ഞാലും അതിനെല്ലാം എതിർത്ത് ഉള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അരുൺ ബാബു എൻ്റെ ഗൈഡ് അല്ലെന്ന് പറഞ്ഞത് ഡോക്ടർ അരുൺ ബാബു തന്നെ എൻ്റെ ഗൈഡാണെന്ന് ഒപ്പിട്ട് ഭരതൻ, ഇവിടുത്തെ രജിസ്ട്രാർ സൈൻ ചെയ്ത ജോയിനിങ് റിപ്പോർട്ട് അടക്കം എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും വിവിധ സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ഉറപ്പായിട്ടും നമ്മൾ ഈ സമരം വിജയിക്കാതെ നമ്മൾ ഇവിടുന്ന് പോവില്ല. ഇവിടെയുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്ന ജാതീയത, പിന്നെ ഇതേപോലത്തെ ഫോൾസ് അപ്പോയിൻമെന്റ്സ്, ഫോൾസ് അഡ്മിഷൻസ്, ഇതെല്ലാം അന്വേഷിക്കപ്പെടണം. അരുൺ ബാബുവും ജെനി വർഗീസും പുറത്താക്കപ്പെടണം ഇമ്മീഡിയറ്റ്ലി. ഇത് നമ്മളുടെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഓരോ അധ്യാപകരും പേടിക്കണം ഇങ്ങനെ കുട്ടികളോട് ബിഹേവ് ചെയ്യാൻ. ഇനി ഒരു കാലത്തും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ അവസാനിക്കണം. എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള സമരങ്ങളും നമ്മൾ സംഘടിപ്പിക്കും. ഇവിടെ ഏതൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരം വിഷയങ്ങളുണ്ടോ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വിനീത, എന്തായാലും നാളെയും മറ്റന്നാളും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഇവിടെ സമരം തുടരും. എന്തായാലും നാളെയും മറ്റന്നാളുമായി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. വലിയ തോതിലേക്ക്, അതായത് ഇരയാക്കപ്പെട്ട മറ്റു വിദ്യാർത്ഥികൾ കൂടി ഈ സമരത്തിലേക്ക് എത്തുന്നതോടുകൂടി ഇതിൻ്റെ ഒരു മുഖം തന്നെ മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. വിനീത, ശരി. സോണൽ കൃഷിയാണ് വിശദാംശങ്ങൾ നൽകിയത്.